അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യയെ രാജ്യത്തിന്റെ എല്ലാ വിഷയങ്ങളിലും സമഗ്രമായി ഇടപെട്ടുകൊണ്ട് രാജ്യത്ത് അധികാര വർഗങ്ങളുടെ ഇടയിൽ അവരുടെ ചൂഷണങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ സമഗ്രമായ പുരോഗതികളെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 7 വർഷക്കാലമായി. 2013 ഏപ്രിൽ മാസം 14-ാം തീയതി രൂപം കൊണ്ട് അതേ 2013 ഡിസംബർ 6-ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രജിസ്ട്രേഷൻ കിട്ടിയ പാർട്ടിയാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ. ഇന്ന് ഇന്ത്യ ചരിത്രത്തിൽ API ഒരു പ്രത്യേക ചരിത്രം കുറിച്ചുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത്. ഈ 2 ഡേറ്റുകൾക്കും ചില പ്രത്യേകതകൾ. ആ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ 2 ഡേറ്റുകൾ. ലോക ചരിത്രത്തിൽ തന്നെ നിരവധി സംഭാവനകൾ നൽകുന്ന 2 ഡേറ്റുകളാണ് ഏപ്രിൽ 14 ഡിസംബർ 6. ഏപ്രിൽ 14 എന്ന് പറയുന്നത് ആധുനിക ഇന്ത്യയുടെ ജനാധിപത്യ ഇന്ത്യയുടെ പിതാവായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിന്റെ ജന്മദിനമാണ്. ആ ജന്മദിനത്തിൽ ഈ രാജ്യത്ത് രൂപം കൊണ്ട പാർട്ടിയാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ. ഈ രാജ്യത്ത് എങ്ങനെയായിരിക്കണം ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ രൂപം എന്തായിരിക്കണം, ആ ഗവൺമെന്റിന്റെ ഘടന എങ്ങനെയായിരിക്കണം എന്നൊക്കെ നിർവചിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് ഒരു ഭരണ സംഭാവന ചെയ്ത, ഈ രാജ്യത്തിനെന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ഒരു ഭരണഘടന സംഭാവന ചെയ്ത ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറിന്റെ പരിനിർവാണ ദിനത്തിലാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി വിജ്ഞാപനം ഇറക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം ഡേറ്റുകളിൽ തുടങ്ങാൻ കഴിഞ്ഞത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. 1891 ഏപ്രിൽ 14 മുതൽ 1956 ഡിസംബർ 6 വരെയുള്ള കാലഘട്ടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ സമയമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും, പല നയങ്ങളും ആധുനിക ഇന്ത്യയുടെ സൃഷ്ടിക്കും, ജനാധിപത്യ ഇന്ത്യയുടെ സൃഷ്ടിക്കും, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയ്ക്കും തുടക്കം കുറിച്ചത് ഈ 2 ദിനങ്ങൾക്കിടയിലുള്ള ദിവസങ്ങളിലാണ്. ഇന്ത്യയുടെ ഭാഗതയെ നിർണയിക്കുന്നത് അന്ന് നമുക്കറിയാം, 1920 കാലഘട്ടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ സമയങ്ങളായിരുന്നു. 2 ധാരകളിലൂടെയുള്ള വിപ്ലവങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് 1920 കാലഘട്ടമാണ്. ഒന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണെങ്കിൽ മറ്റൊന്ന് ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ. 1920 മുതൽ ഈ രാജ്യത്ത് നടന്ന വിപ്ലവങ്ങൾ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങൾ, ആ സമരങ്ങളാണ് ഇന്ന് ഇന്ത്യയെ ആധുനിക ഇന്ത്യയാക്കി മാറ്റിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. അങ്ങനെ 2 ധാരകൾ, ഒന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ
മറ്റൊന്ന് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയെ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്നുള്ള സമരമായിരുന്നു. രണ്ട് പോരാട്ടങ്ങൾക്കാണ് 1920 കാലഘട്ടം ഈ ഇന്ത്യ രാജ്യം സാക്ഷ്യം വഹിച്ചത്. ഒരു വശത്ത് ഗാന്ധിയായിരുന്നെങ്കിൽ അതിന്റെ മറുവശം എന്ന് പറയുന്നത് ബാബാ സാഹേബ് അംബേദ്കർ. ആ രണ്ട് ധാരകളിലൂടെയുള്ള നിരവധി സമരങ്ങൾ, ഇന്ത്യയിലെമ്പാടും നടന്ന പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾക്കൊടുവിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ആധുനികമായ ജനാധിപത്യപരമായ ഇന്ത്യ രൂപം കൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. രണ്ട് വിപ്ലവങ്ങളാണ് ഇന്നത്തെ ഇന്ത്യയെ സൃഷ്ടിച്ചതെങ്കിൽ ആ രണ്ട് വിപ്ലവങ്ങൾക്കും ചില സ്വഭാവ ഗുണങ്ങളുമുണ്ട്. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സമരം ബ്രിട്ടീഷുകാർക്കെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ, ബ്രിട്ടീഷ് കോട്ടകൾക്ക് പുറത്തായിരുന്നുവെങ്കിൽ ബാബാ സാഹേബ് അംബേദ്കറിന്റെ യുദ്ധം, ഇന്ത്യയെ നിർമ്മിക്കാനുള്ള യുദ്ധം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്നുള്ളതിനെ കുറിച്ചുള്ള യുദ്ധം അദ്ദേഹം നടത്തിയത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ കോട്ട കൊത്തളങ്ങൾക്കകത്തിരുന്നുകൊണ്ടാണ്. ബാബാ സാഹേബ് അംബേദ്കർ ഇന്ത്യയെ രൂപകൽപ്പന ചെയ്തു. അങ്ങനെ നമുക്കറിയാം, ഒരു വശത്ത് ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുമ്പോൾ സ്വാതന്ത്ര്യം മാത്രം പോരാ, ആ അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടുന്ന ഇന്ത്യ എങ്ങനെയുള്ളതായിരിക്കണമെന്നുള്ള കാര്യത്തിൽ വളരെ കൂലങ്കഷമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് ബാബാ സാഹേബ് അംബേദ്കർ. ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യുന്നത് ഏതെങ്കിലും ആയുധത്തിന്റെ പിൻബലത്തിലായിരുന്നില്ല. അവർ യുദ്ധം ചെയ്തത് വാളുകൊണ്ടായിരുന്നില്ല. അവർ യുദ്ധം ചെയ്തത് തോക്കുകൊണ്ടായിരുന്നില്ല. പറയുന്നത് സത്യാഗ്രഹമായിരുന്നെങ്കിൽ ബാബാ സാഹേബിന്റെ സമര ആയുധം എന്ന് പറയുന്നത് സ്വന്തം പേനയാണ്. സ്വന്തം പേന കൊണ്ടും സ്വന്തം ഭൗതിക ശേഷി കൊണ്ടും ബാബാ സാഹേബ് അംബേദ്കർ ആധുനിക ഇന്ത്യയെ സൃഷ്ടിച്ചതാണ് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് അങ്ങനെ സൃഷ്ടിച്ച ഇന്ത്യയുടെ രീതി എന്താണ്? ആധുനിക ഇന്ത്യ ഇന്ന് രൂപം കൊണ്ടിട്ട് 70 വർഷക്കാലം കഴിഞ്ഞിരിക്കുന്നു. 70 വർഷമായി ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട്. ആ 70 വർഷം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന് അതിനൊരു വിപുലമായ ഭരണഘടന ഉണ്ടായി. ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിൽ ഇന്ത്യയെ രൂപപ്പെടുത്തുവാൻ എത്രമാത്രം കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, നീണ്ട 20 വർഷക്കാലം ഈ രാജ്യം ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവർ 7 തവണ വ്യക്തമായ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചു. അവർ 3 തവണയോളം മുന്നണി സംവിധാനത്തിൽ ഈ രാജ്യം ഭരിച്ചു. അങ്ങനെ 50 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ രാജ്യത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ കഴിഞ്ഞു? ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, നീതി എന്നിവയിൽ എത്രമാത്രം മുന്നേറുവാൻ കഴിഞ്ഞു? അല്ലെങ്കിൽ ഭരണഘടന ലക്ഷ്യം വെക്കുന്ന ഈ മൂല്യങ്ങൾക്ക് അനുയോജിച്ച് ഈ രാജ്യത്തെ രൂപപ്പെടുത്തുവാൻ ഈ 50 വർഷം കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എത്രമാത്രം കഴിഞ്ഞു എന്ന് നിങ്ങൾ പരിശോധിക്കും. അവര് നെഹ്റു മുതൽ 7 മൻമോഹൻ സിംഗ് വരെയുള്ള 7 പ്രധാനമന്ത്രിമാർ ഈ രാജ്യം ഭരിച്ചിരിക്കും. ഈ രാജ്യം ഭരിച്ചിരുന്ന അവർ ഈ രാജ്യത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കണം. എല്ലാവർക്കും തുല്യമായ, എല്ലാവർക്കും തുല്യ അവസര സമത്വം ഈ രാജ്യത്ത് സൃഷ്ടിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞു. ഈ രാജ്യത്ത് രാഷ്ട്രീയവും സാമ്പത്തികമായ നീതി എല്ലാവർക്കും കൊടുക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ 50 വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ചിന്തിക്കാനും പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനും ആരാധിക്കാനും ഒക്കെയുള്ള ഇന്ത്യയിലെ പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എത്രമാത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഈ രാജ്യത്ത് നീണ്ട കാലം ഈ രാജ്യത്തിന്റെ അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തെ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നയം എന്തായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. എന്തുകൊണ്ടാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരം ഒരു വിശദീകരണവുമായിട്ട് മുമ്പോട്ട് വരുന്നത്?
ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അത് BJP ആയിക്കൊള്ളട്ടെ, അത് കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളായിക്കൊള്ളട്ടെ, ഇവരുടെയൊക്കെ നയം ആർക്ക് അനുകൂലമാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് എന്തുകൊണ്ടാണ് നാളിതുവരെയായിട്ടും ഇന്ത്യയുടെ ഭരണഘടന വിഭാവന ചെയ്ത രീതിയിൽ, ഇന്ത്യയുടെ ഭരണഘടന സ്വപ്നം കണ്ട രീതിയിലുള്ള ഒരു സാമൂഹിക ക്രമത്തെ, ഒരു രാഷ്ട്രീയ ക്രമത്തെ, ഒരു സാമ്പത്തിക ക്രമത്തെ ഈ രാജ്യത്ത് സൃഷ്ടിക്കാൻ കഴിയാഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കുക. അതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശേഷം ഇവിടെ അധികാരത്തിൽ വന്ന, ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മോദി സർക്കാർ. ഈ രാജ്യത്തെ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു. രാഷ്ട്രസ്നേഹം ഒരുപാട് വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു വന്ന നരേന്ദ്രമോദി സർക്കാരിന് 6 വർഷം പൂർത്തിയാകുമ്പോൾ അവർ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്തായി എന്ന് നമ്മൾ പരിശോധിക്കണം. എന്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ രാജ്യത്തിന്റെ ഹങ്കർ ഇൻഡെക്സ്, പട്ടിണിയെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, വളരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ്? 107 രാജ്യങ്ങളുടെ, ലോകത്തെ 107 രാജ്യങ്ങളുടെ പട്ടിണിയുടെ പട്ടിക എടുത്ത് പരിശോധിച്ചപ്പോൾ ഇന്ത്യ മഹാരാജ്യം 94ാം സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾക്ക് കാണുവാൻ കഴിഞ്ഞത്. ഇവരാണ് ഈ രാജ്യത്തെ പട്ടിണി മാറ്റാം, ഈ രാജ്യത്തെ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കയറിയ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഇത്രയും വർഷക്കാലത്തെ ഭരണത്തിന്റെ തുടർച്ച എന്ന് പറയുന്നത് ഹങ്കർ ഇൻഡെക്സിൽ നമ്മൾ ഒരുപാട് ഗുരുതരമായ പട്ടിണിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവന്നെത്തിക്കാനാണ് അവർക്ക് കഴിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതേ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ഏറ്റവും കൂടുതൽ പട്ടിണി 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ രാജ്യം മാറിയത് എന്നുള്ളത് കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇതേ സമയത്ത് ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ഒരു ജനത പട്ടിണിയിൽ കിടക്കുമ്പോൾ ഫോർബ്സ് മാഗസിൻ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ സമ്പന്നരുടെ സ്വത്തിനെ സംബന്ധിച്ചാണ്. അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഈ രാജ്യത്ത് അംബാനിയുടെ സ്വത്ത് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും 73% വർദ്ധിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അംബാനിയുടെ സമ്പത്തിൽ 73% വളർച്ച. 8870 കോടി രൂപയുടെ വളർച്ചയാണ് ഈ വർഷം അംബാനിക്കുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം അത് 3730 കോടിയായിരുന്നെങ്കിൽ ഈ ഒരു വർഷം കൊണ്ട് അംബാനിയുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് 73%. അവിടെയാണ് കഴിഞ്ഞ വർഷം പട്ടിണിയുടെ കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പട്ടിണിയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ രാജ്യത്തെ സമ്പന്നന്മാരുടെ അവസ്ഥ, ഈ രാജ്യത്തെ അംബാനിമാരുടെ അവസ്ഥ, ഈ രാജ്യത്തെ അദാനിമാരുടെ അവസ്ഥ വളരെ ശുഭകരമായിട്ട് അവർക്ക് സമ്പത്ത് കുമിച്ചു കൂട്ടുവാൻ, അവർക്ക് സമ്പത്ത് കേന്ദ്രീകരിച്ച് വെക്കുവാനുള്ള സംവിധാനമാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളിലൂടെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇവർ പറയുന്ന രാജ്യസ്നേഹം ആരോടാണ്, എവിടെയാണ് ഇവരുടെ രാജ്യസ്നേഹം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അദാനിയുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് 61%. അതായത് 2520 കോടി ഡോളറിന്റെ വളർച്ചയാണ് ഈ കഴിഞ്ഞ വർഷം അദാനിക്കുണ്ടായത്. ഇന്ത്യ മഹാരാജ്യത്തെ സമ്പന്നന്മാരായിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെയും വളർച്ച വളരെ വേഗത്തിലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ കണക്കുകൾ പുറത്തേക്ക് വരുന്നത്. ഇന്ത്യയിലെ 73% സമ്പത്തും ഇന്ത്യയിലെ ഒരു വിഭാഗം 1% ആൾക്കാരുടെ കൈവശമാണ് എന്നുള്ള നഗ്നമായ യാഥാർത്ഥ്യമാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇത് കേന്ദ്ര ഗവൺമെന്റ് 2017-18 കാലഘട്ടങ്ങളിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിന് തുല്യമായ തുകയാണ് ഇന്ന് ഈ 1% ആൾക്കാരുടെ കൈവശം ഇരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്
ഈ രാജ്യത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തിന്റെ നേരവകാശികൾ എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് അധികാരത്തിൽ കയറിയിരിക്കുന്നവർക്ക് ഈ രാജ്യത്തോടോ ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളോടോ നീതി പുലർത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള കാര്യമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാൻ. നമുക്കറിയാം, പുതിയ പുതിയ റിപ്പോർട്ടുകളാണ് വന്നത്. അതായത് ഇവിടെ വസ്ത്രവ്യാപാര രംഗത്ത് ഒരു എക്സിക്യൂട്ടീവ്, ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവിന്റെ ഒരു വർഷത്തെ വരുമാനം ഇവിടുത്തെ മിനിമം കൂലി വാങ്ങുന്ന ഒരു തൊഴിലാളിക്ക് നേടണമെങ്കിൽ 941 വർഷം അദ്ദേഹം പണിയെടുത്തെങ്കിൽ മാത്രമേ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥന്റെ ഒരു വർഷത്തെ ശമ്പളത്തിന് ആനുപാതികമായിട്ട് വരൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇന്ത്യ രാജ്യത്ത് ഇവരൊക്കെ നടപ്പിലാക്കുന്ന സാമ്പത്തിക നയങ്ങൾ എത്രമാത്രം മ്ലേച്ഛമാണ്, ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവരുടെ ഈ സാമ്പത്തിക നയങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ന് നിരവധി പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് നടന്നു. അതോടൊപ്പം തന്നെ ആ പ്രക്ഷോഭങ്ങളോടനുബന്ധിച്ച് വന്നതാണ് ഈ രാജ്യത്ത് കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി. ആ കോവിഡ് എന്നുള്ള ഒരു മഹാമാരി ഈ രാജ്യത്ത് വരുമ്പോൾ എന്തായിരുന്നു ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജനുവരി 30-ന് WHO ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു, ഈ ലോകത്തൊരു മഹാമാരി വരുന്നു, ആ മഹാമാരിയെ നിയന്ത്രിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധയോടുകൂടി നീങ്ങണം. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ ജനുവരി 30 മുതൽ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞ അവസരത്തിൽ ഇന്ത്യ മഹാരാജ്യം അത് ശ്രദ്ധിച്ചിരുന്നു. ഇന്ത്യയിൽ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ WHO-യുടെ മുന്നറിയിപ്പിനെ വകവെക്കാതെ ഫെബ്രുവരി 24, 25 ദിവസങ്ങളിൽ നടത്തുന്ന ട്രംപ് ഷോയ്ക്ക് വേണ്ടിയുള്ള ആഘോഷങ്ങൾ നടത്തുകയായിരുന്നു. ലോകത്തിന്റെ മുന്നറിയിപ്പ്, WHO-യുടെ മുന്നറിയിപ്പിനെ വകവെക്കാതെ ഈ രാജ്യത്ത് ട്രംപ് ഷോ നടത്താൻ പോയതിന്റെ പരിണിത ഫലം ഇന്ന് അമേരിക്കയ്ക്ക് പിന്നിൽ ഇന്ത്യയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറേണ്ടി വന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി തവണ ഈ രാജ്യം അടച്ചിട്ടെങ്കിൽ പോലും ഈ രാജ്യത്തിന്റെ കൊറോണയെ നിയന്ത്രിക്കാൻ ഈ രാജ്യത്തിന് ആർക്കെങ്കിലും കഴിഞ്ഞിരുന്നോ? ആ കൊറോണയുടെ ഏറ്റവും ദുരന്ത ഫലം അനുഭവിച്ചിരുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാരായ തൊഴിലാളികളായിരുന്നു. തൊഴിലാളികൾ, ആയിരക്കണക്കിന് ആൾക്കാർ ഈ ഇന്ത്യയുടെ വിവിധ കോണുകളിൽ നിന്ന് വിവിധ കോണുകളിലേക്ക് കാൽനടയായിട്ട് സഞ്ചരിക്കുന്നത് നാം ഓരോരുത്തരും കണ്ടതാണ്. അവരുടെ കുഞ്ഞുങ്ങൾ പോകുന്ന പോക്കിൽ മരിച്ചു വീഴുന്നത് നമ്മൾ കണ്ടതാണ്. പട്ടിണി കൊണ്ട് വിശപ്പ് സഹിക്കാൻ വയ്യാതെ തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കാണാമായിരുന്നു. നടന്ന് കാല് വിണ്ടുകീറിയ സാധാരണക്കാരായ മനുഷ്യരെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അത് കണ്ടിട്ട് ഈ രാജ്യത്തിന്റെ ഒരു ഭരണാധികാരിക്കും, ഈ രാജ്യത്തെ സ്നേഹം പറയുന്ന ഒരു ഭരണാധികാരിയുടെയും കണ്ണിൽ കൂടെ കണ്ണുനീർ വന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സമയത്തും അംബേദ്കറൈറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അവർക്ക് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടങ്ങൾ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തും അതിന്റെ ഫലമായിട്ട് ഗവൺമെന്റ് ചില നിലപാടുകൾ എടുത്തു. കോടതികൾ പോലും അവഗണിച്ചിരുന്ന ഒരു സാഹചര്യം, മദ്രാസ് ഹൈക്കോടതി ഇടപെട്ടവരെ സംരക്ഷിക്കണമെന്ന് പറയുന്നു. അതിനുശേഷമല്ലേ ഈ രാജ്യത്തെ ഗവൺമെന്റുകൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയത്? നമ്മൾ മനസ്സിലാക്കണം, ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഈ രാജ്യത്തെ ഗവൺമെന്റുകൾക്ക് ബാധകമല്ല. എന്തുകൊണ്ട് അവർക്ക് ബാധകമല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് തെരുവിലൂടെ നടന്നത് ഈ രാജ്യത്തെ SC-കളും ST-കളും OBC-കളുമായ ജനങ്ങളായിരുന്നു. ഈ രാജ്യത്തിന്റെ റോഡുകളിലൂടെ തളർന്ന് വിശന്ന് നടന്നുകൊണ്ടിരുന്നത് എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കുക. അതാണ് ഇന്ത്യ രാജ്യം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി. ആ പ്രതിസന്ധിയിൽ പോലും അവർക്ക് കൈത്താങ്ങാകുവാൻ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റുകൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇന്ന് നരേന്ദ്രമോദി ഗവൺമെന്റ് ചില തീരുമാനങ്ങൾ എടുത്തു. എന്താണ്? ഈ രാജ്യത്തിന്റെ കോർപ്പറേറ്റ് നികുതി കുറയ്ക്കണം. എത്ര കുറയ്ക്കണം? അവർ 30% നരേന്ദ്രമോദി കടന്നു വരുമ്പോൾ ഈ രാജ്യത്തെ കോർപ്പറേറ്റ് നികുതി 30 ആയിരുന്നുവെങ്കിൽ ഇന്നത് 22% അവർ കുറച്ചു. ഇനി അവർ ആലോചിക്കുന്നത് എന്താണ്? ഈ രാജ്യത്തിന്റെ കോർപ്പറേറ്റ് നികുതി എങ്ങനെ 15
5% കുറിച്ചാണ് ആലോചിക്കുന്നത്. അങ്ങനെ ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ കൊടുത്ത്, ഈ രാജ്യത്തിന്റെ മണ്ണ് കൊടുത്ത്, ഈ രാജ്യത്തിന്റെ ജലം കൊടുത്ത്, ഈ രാജ്യത്തിന്റെ വൈദ്യുതി കൊടുത്ത്, ഈ രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കാൻ അനുമതി കൊടുക്കുന്ന കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് കൊടുത്തുകൊണ്ട് വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് ഇവിടുത്തെ സാധാരണ ജനങ്ങളെ കൊണ്ടുവന്നെത്തിക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പോകുന്നത്. എന്നിട്ട് അവർ പറയുന്നു ഞങ്ങൾ രാജ്യസ്നേഹികളാണ്. എന്ത് രാജ്യസ്നേഹം? ആരെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്നത് കോർപ്പറേറ്റുകളാണ്. നിങ്ങളുടെ സാമ്പത്തിക നയങ്ങൾ, ആ നയങ്ങൾ മൂലം അത് വിഷമം അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. 1949 ചൈന എന്ന് പറയുന്ന രാജ്യം റിപ്പബ്ലിക്കാവുന്നത്. 1980 ഇന്ത്യ മഹാരാജ്യം റിപ്പബ്ലിക്കാവും. ചൈന ഇന്ന് സാമ്പത്തിക രംഗത്തെ കുതിച്ചുകൊണ്ട് ചൈന ഇന്നൊരു വമ്പൻ ശക്തിയായിട്ട് ലോകത്തിന്റെ നമ്പർ 1 ശക്തിയാവാനുള്ള ശ്രമത്തിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നു. അതേ അവസരത്തിൽ 1 വർഷത്തിന്റെ വ്യത്യാസത്തിൽ റിപ്പബ്ലിക്കുകളായ ഇന്ത്യ മഹാരാജ്യം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക്, ഗുരുതരമായ പട്ടിണിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക്, ലോകത്തെ ഒരു തരത്തിലും നല്ല വിദ്യാഭ്യാസങ്ങളിൽ ഇല്ലാത്ത രാജ്യമായിട്ട്, നല്ല ഒരു ലോകോത്തര നിലവാരമുള്ള ഒരു സർവകലാശാല പോലും ഇല്ലാത്ത രാജ്യമായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് നമ്മൾക്ക് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇവിടുത്തെ ജനങ്ങൾ കോൺഗ്രസിന് ഒട്ടുകൊടുത്തു, BJPക്ക് ഒട്ടുകൊടുത്തു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഒട്ടുകൊടുത്തു. നിങ്ങൾ വോട്ട് കൊടുത്ത് അവരെയൊക്കെ ഈ രാജ്യത്തിന്റെ അധികാരത്തിലെത്തിച്ചു. എന്താണ് ഈ രാജ്യത്ത് സംഭവിച്ചത്? ചൈനയ്ക്ക് അങ്ങനെയാകാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് കഴിഞ്ഞില്ല? ഇന്ത്യയിലെ അധ്വാന ശക്തി അത്രമാത്രമുള്ള 130 കോടിയോളം ജനങ്ങൾ വരുന്ന ഇന്ത്യ മഹാരാജ്യത്ത് എന്തുകൊണ്ടൊരു വമ്പൻ ശക്തിയാവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അതിന് കാരണം മറ്റൊന്നുമല്ല, ആ രാജ്യത്ത് വളരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, ആ രാജ്യത്തിന് ഭരണം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവർക്കൊരു നയമുണ്ട്. ആ നയം ആ രാജ്യത്തിന്റെ വികസനത്തിന് അനുസൃതമായ നയമാണ് രൂപീകരിച്ചത്. ആ നയമുള്ള പാർട്ടികളാണ് ആ രാജ്യത്തെ മാറ്റിമറിച്ചത്. നമ്മൾ വിചാരിക്കും ഒരു പാർട്ടി വിചാരിച്ചാൽ എന്ത് നടക്കുമെന്ന്. നിങ്ങൾ ചൈനയിലേക്ക് നോക്കൂ. ചൈന വികസിച്ചത് അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ നിങ്ങൾ നോക്കൂ. ആ യൂറോപ്യൻ രാജ്യങ്ങളുടെ വികസനങ്ങൾ അവിടുത്തെ SDF പോലുള്ള പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ രാജ്യം വികസിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയുടെ നയം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഇന്ത്യ മഹാരാജ്യം പട്ടിണിയുടെ പട്ടികയിലേക്ക് മാറുന്ന ഒരു രാജ്യമായിട്ട് മാറുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുക. നാല് രാജ്യം നേരിടുന്ന പ്രശ്നം ഇന്നിവർ ആധുനിക വിദ്യാഭ്യാസ നയമായിട്ട് വരുന്നു. എന്താണ് വിദ്യാഭ്യാസ നയം? കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയൊരു വിദ്യാഭ്യാസ നയം വന്നു. ആ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസങ്ങളിൽ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ നയം. എത്രമാത്രം പ്രതിലോമമായ കാര്യം! അവർ ഏത് മാതൃഭാഷയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്? നമുക്കറിയാം, കേരളത്തിൽ അങ്ങ് മംഗലാപുരത്തുനിന്ന് കാസർഗോഡിന് കേരളത്തിന്റെ ബോർഡറുകളിലൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണ് തുളു ഭാഷ. ലക്ഷക്കണക്കിന് ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഭാഷ. ആ ഭാഷയ്ക്ക് അവർ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അവർ പ്രാധാന്യം സംസ്കൃതത്തിന് കൊടുക്കുന്നു. 10,000-കണക്കിന് പോലും ആൾക്കാർ സംസാരിക്കാത്ത ഒരു ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ലക്ഷക്കണക്കിന് ആൾക്കാർ സംസാരിക്കുന്ന ഈ രാജ്യത്തെ ട്രൈബൽ ഭാഷകളെ അവഗണിക്കുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ നയം, ഇംഗ്ലീഷിനെ പുറകോട്ടടിക്കുന്ന വിദ്യാഭ്യാസ നയം, അത്തരം വിദ്യാഭ്യാസ നയം ഈ രാജ്യത്ത് നമ്മളെ പിന്നോട്ടടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾക്കറിയാം, ഈ അടുത്ത കാലത്ത് ഒരുപാട് റിപ്പോർട്ടുകൾ വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് മെക്കൻസി റിപ്പോർട്ട്. ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയെ കുറിച്ച്, എന്തുകൊണ്ട് ഇന്ത്യയുടെ GDP താഴ്ത്തു പോകുന്നു. നമ്മൾ പറയും കൊറോണ കാരണമാണ് ഇന്ത്യയുടെ GDP താഴ്ന്നതെന്ന്. ഇന്ത്യയുടെ GDP ഇന്ന് -23-ലേക്ക് തകർന്നു കൂപ്പുകുത്തി കിടക്കുന്ന ഒരു സാഹചര്യം. ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനം -23-ലേക്ക് മാറിയിരിക്കും. അതിന്റെ കാരണം ഇന്ന് ഈ കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ പറയുന്നത് ഈ രാജ്യത്ത് കൊറോണ എന്നൊരു മഹാമാരി വന്നതുമൂലം നമ്മുടെ GDP താഴ്ന്നു പോയിരിക്കുന്നു. അതിന് ഞങ്ങളെ ആരും കുറ്റക്കാരല്ല. ആ രീതിയിലാണ് അവരുടെ സംഭാഷണം. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്?
എന്താണ് യാഥാർത്ഥ്യം? അതാണോ സത്യം? അല്ല. ഈ കൊറോണ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ GDP 4% ഇടിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യയുടെ GDP ഇന്ന് ഈ തരത്തിലേക്ക് താഴ്ന്നു പോയിരിക്കുന്നത്. മെക്കൻസി റിപ്പോർട്ട് പറയുന്നത് ഈ രാജ്യം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുകയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധി അതിജീവിക്കണമെങ്കിൽ അടിയന്തരമായിട്ട് ചില പദ്ധതികൾ, ചില തൊഴിൽ പദ്ധതികൾ, ചില വിദ്യാഭ്യാസ പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പാക്കണമെന്ന് മെക്കൻസി റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നു. ആ മെക്കൻസി റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മോദി സർക്കാർ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വൈജ്ഞാനികവും സാംസ്കാരികവുമായ വഴിപിഴച്ച നിലപാടുകളാണ് ഇന്ത്യ ഈ രാജ്യത്തിലേക്ക് എത്തിച്ചത് എന്ന്, ഈ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി ഗവൺമെന്റിന്റെ വീഴ്ചയാണ് എന്ന് മെക്കൻസി റിപ്പോർട്ട് അടിവരയിട്ടുകൊണ്ട് പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യം അഭിമുഖീകരിക്കുന്നത്. എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ രീതി? ഈ രീതി എന്ന് പറയുന്നത് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളും, ലോകത്തെ പ്രധാനപ്പെട്ട സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി പ്രാപിച്ച എല്ലാ രാജ്യങ്ങളും അവരുടെ ജനങ്ങളുടെ വൈദഗ്ധ്യത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്കില്ല് എത്രമാത്രം, ഇവിടുത്തെ ജനങ്ങളുടെ കഴിവുകളെ എത്രമാത്രം ഈ രാജ്യം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വിദഗ്ധ തൊഴിലാളികൾ, ആ തൊഴിലാളികളെ നമുക്ക് എത്രമാത്രം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്ന്, ഈ രാജ്യത്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമല്ല ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചൈന ആയിക്കോട്ടെ, ദക്ഷിണ കൊറിയ ആയിക്കോട്ടെ, ജപ്പാൻ ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, അങ്ങനെ സമ്പന്ന രാജ്യങ്ങളെല്ലാം അവിടുത്തെ ജനങ്ങളുടെ 70-80% വൈദഗ്ധ്യത്തെ ആ രാജ്യത്തിന്റെ വികസനത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇന്ത്യ രാജ്യം വെറും 7-8% ഇവിടുത്തെ രാജ്യത്തെ ഈ ജനങ്ങളുടെ വൈദഗ്ധ്യത്തെ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതികൾ പോലും മാറേണ്ടിയിരിക്കുന്നു എന്നുള്ള സാഹചര്യം നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത് സമഗ്രമായ ഒരു പരിഷ്കരണം ഈ രാജ്യത്ത് വേണം. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് സാമ്പത്തികമാണ്, സാമൂഹികമായ അവസ്ഥയല്ല ഈ മനുഷ്യന്റെ പ്രാതിനിധ്യത്തിന്റെ കാരണമെന്നും പറഞ്ഞുകൊണ്ട് സാമ്പത്തിക അവസ്ഥയാണ് കാരണമെന്ന് പറയുന്ന തരത്തിലേക്കുള്ള പ്രചരണങ്ങൾ ഇന്ന് ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും ചുക്കാൻ പിടിച്ചത് ഇവിടുത്തെ തൊഴിലാളി വർഗത്തിന്റെ പ്രസ്ഥാനം എന്ന് പറയുന്ന, ഇവിടുത്തെ സാധാരണക്കാരന്റെ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അത് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമേ തുടക്കം കുറിച്ചത് എന്നുള്ള നഗ്നസത്യം നമ്മൾ മനസ്സിലാക്കണം. ദേവസ്വം ബോർഡിൽ ആദ്യമായിട്ട് സാമ്പത്തിക സംവരണം നടപ്പിലാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ചത് ഈ രാജ്യത്തെ കേരളത്തിന്റെ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ. ഞങ്ങളിതാ ദേവസ്വം ബോർഡിൽ സാമ്പത്തിക സംവരണം നടപ്പിലാക്കി, നിങ്ങൾക്ക് കഴിയുമോ ഈ രാജ്യത്ത് സാമ്പത്തിക സംവരണം നടപ്പിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ വെല്ലുവിളിച്ചത് ഈ കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി? ഈ രാജ്യത്ത് നിരവധി കമ്മീഷൻ റിപ്പോർട്ടുകളുണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് 87% പാവപ്പെട്ടവർ SC, ST, OBC വിഭാഗങ്ങളിൽ പെടുന്നവരാണ് എന്ന് പറയുന്ന അടിവരയിട്ടുകൊണ്ട് പറയുന്ന സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ടുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സാമ്പത്തിക സംവരണമാണ് ഇതിനെല്ലാം ഏക പോംവഴി എന്നും പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് ഇന്ന് കേരളത്തിൽ പോലും കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി, ഞാൻ ഇതുമായിട്ട് മുൻപോട്ട് പോകും. ഈ രാജ്യത്തെ സാധാരണക്കാരനെ, ഈ രാജ്യത്തെ തൊഴിലാളികളെ, ഈ രാജ്യത്തെ പാവപ്പെട്ടവരെ തകർക്കുന്ന നയങ്ങളുമായിട്ടാണ് പോകുന്നത് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ രാജ്യത്തിന്റെ ശാപം. ഈ രാജ്യത്ത് ഒരു പ്രസ്ഥാനങ്ങൾക്കും ശക്തമായിട്ട് മുന്നോട്ട് വരാൻ കഴിയാഞ്ഞത്, ഈ രാജ്യം മുൻപ് പോകാൻ കഴിയാഞ്ഞത്, ഈ രാജ്യത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ കഴിയാഞ്ഞത് ഇത്തരം ചിന്താ പദ്ധതികളാണ് എന്നുള്ള കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ തിരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികളെ സമീപിക്കേണ്ടതെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുക.
അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഈ രാജ്യത്ത് എംപിമാരില്ല, MLA മാരില്ല. പക്ഷേ ഈ രാജ്യത്ത് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ നടപ്പാക്കിയ ചില കാര്യങ്ങളുണ്ട്. ഈ രാജ്യത്തെ ഗവൺമെന്റുകളെ കൊണ്ട് നടപ്പാക്കിയ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് ബാബാ സാഹേബ് അംബേദ്കർ എങ്ങനെയാണോ ഇന്ത്യയെ സൃഷ്ടിച്ചത്, തന്റെ പേരെ ജനിപ്പിച്ചുകൊണ്ട്, തന്റെ ഭൗതിക ശേഷി കൊണ്ട് ഈ ജനാധിപത്യ ഇന്ത്യയെ, ഈ ആധുനിക ഇന്ത്യയെ സൃഷ്ടിച്ചതെങ്കിൽ അതേ നയത്തിലൂടെ അംബേദ്കർ ഈ രാജ്യത്ത് ചില കാര്യങ്ങൾ നടപ്പാക്കി. അതോ മറ്റൊന്നുമല്ല, ആദ്യമായിട്ട് ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് വേണ്ടി ഒരു ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് നടപ്പിലാക്കിയത് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. 1 ലക്ഷം കോടി രൂപ ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ നിർണായകമായി പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഒബിസികൾക്ക് പ്രത്യേക പാക്കേജ് രാജ്യത്ത് വേണമെന്ന് ആവശ്യപ്പെട്ട പാർട്ടി, മതന്യൂനപക്ഷങ്ങൾക്ക് 30,000 കോടി രൂപയുടെ അധിക ബഡ്ജറ്റ് അവതരിപ്പിച്ച് അത് സ്ഥാപിച്ചെടുത്ത പാർട്ടിയാണ് അംബേദ്കർ. അതുപോലെ തന്നെ SC/ST സബ് പ്ലാനിൽ 40,000 കോടി രൂപയുടെ അധിക ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കൊണ്ട് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യക്ക് കഴിഞ്ഞു. അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ശ്രമഫലമായിട്ട് ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വീടില്ലാത്തവർക്കും ഭൂമിയില്ലാത്തവർക്കുമായിട്ടുള്ള 2 ലക്ഷം പേർക്ക് അത് ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഈ അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യക്ക് കഴിഞ്ഞു. അങ്ങനെയാണ് ഒരു ഇന്റലക്ച്വൽ വർക്കിലൂടെ, ഒരു ബൗദ്ധികമായ വർക്കിലൂടെ, ജനകീയ സമരങ്ങളിലൂടെ അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഈ രാജ്യത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യയെ പിന്തുണയ്ക്കണം. അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പിന്നിൽ അണിനിരക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. എന്തുകൊണ്ട്? ഈ രാജ്യത്തിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ച ഒരു പാർട്ടി, ഈ രാജ്യത്തിന്റെ യഥാർത്ഥ പ്രശ്നം ജാതിയും ജാതി മുതലാളിത്തവുമാണെന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് പ്രഖ്യാപിച്ച പാർട്ടിയാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ജാതി മുതലാളിത്തം എന്ന് പറയുമ്പോൾ പലരും മൂക്കത്ത് വിരൽ വെക്കുന്ന ഒരു സാഹചര്യം ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. പക്ഷേ എന്താണ് ജാതി മുതലാളിത്തം എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ രാജ്യത്ത് അതിസമ്പന്നരുടെ പട്ടിക എടുത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്താണ് ഈ രാജ്യത്തിന്റെ ജാതി മുതലാളി. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഈ രാജ്യത്ത് നടപ്പാക്കിയ പദ്ധതികൾ എന്തൊക്കെയാണ്, എവിടൊക്കെയാണ് വിട്ടുവീഴ്ചകൾ നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഈ രാജ്യത്തെ ജാതി മുതലാളി. അതുപോലെ തന്നെ നമ്മളെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അതെടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ 97% വ്യവസായവും നിലനിൽക്കുന്നത് ഈ രാജ്യത്തെ സവർണ വിഭാഗങ്ങളിലാണ് എന്നുള്ള നഗ്നമായ യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ രാജ്യത്തെ കോടികൾ എഴുതിത്തള്ളുന്ന കോർപ്പറേറ്റുകളുടെ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ടാക്സ് ഇനത്തിൽ സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപ ഈ രാജ്യത്ത് എഴുതിത്തള്ളുമ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരന്റെ അവകാശമാണ്, സാധാരണക്കാരന്റെ പ്രശ്നങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ യോഗം